നമ്മളെ വണ്ടി ക്രാങ്ക് ചെയ്തൊക്കെ എടുക്കുമ്പോൾ എഞ്ചിൻ്റെ ഉള്ളിൽ നിന്ന് വന്നേക്കണ സൗണ്ട് കണ്ടില്ലേ? നമുക്ക് എന്താന്ന് നോക്കിയാലോ. അപ്പോൾ നമ്മുടെ വണ്ടി ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹയാസ് ആണ്. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ വന്നേക്കുന്ന ഡാമേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണക്ടിങ് റോഡിന്റെ ബെയറിംഗ് പോയിക്കുന്നതാണ്. അപ്പോൾ ഇതിനു മുമ്പ് ഇതുപോലെ തന്നെ കണക്ടിങ് റോഡിന്റെ ബെയറിംഗ് പോയിട്ടൊരു വണ്ടിയുടെ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് ക്യാമറയാണ്. അപ്പോൾ അതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ബെയറിംഗ് മാത്രമാണ് ഡാമേജ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളെ ഈ സൗണ്ട് വന്നു തുടങ്ങിയപ്പോൾ ആള് വന്ന് ഗ്യാരേജിൽ കാണിച്ചു. പിന്നെ ഈ ഹയാസിന്റെ ആൾക്കാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൗണ്ട് വന്നിട്ട് വണ്ടി കിടന്ന് ഓടിച്ചോണ്ടിരുന്നു. അത് കാരണം കൊണ്ട് ഇതിന് അതിനെക്കാട്ടും വിട്ട് കുറേ ഡാമേജസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് കാണിച്ചു തരാം. അതിന്റെ സമ്പിന്റെ ഉള്ളിൽ കണ്ട മെറ്റലിന്റെ പീസൊക്കെ. അപ്പൊ നമ്മുടെ മൂന്നാമത്തെ പിസ്റ്റനില്ലേ, അപ്പൊ ഈ മൂന്നാമത്തെ പിസ്റ്റനിൽ കണ്ട ഡാമേജ് വന്നേക്കണേ. വാലും ഒന്ന് അടിച്ചടിച്ച് കണ്ട ഡാമേജ് വന്നേക്കണ കണ്ട. അതുപോലെ നമ്മുടെ ഈ ക്രാങ്കിന്റെ ബാലൻസിങ് വെയിറ്റ് ആണ് ഇരിക്കണേ. അതിന്റെ ഇവിടെ കണ്ട നോക്കിയേ, ഷേപ്പ് കട്ടായി പോയിക്കണണ്ട. എന്താ നോക്കില്ലേ. നമ്മുടെ കണക്ടിങ് റോഡിന്റെ ബെയറിംഗ് ഒക്കെ കണ്ടില്ലേ, ആകെ പകുതിയൊക്കെ പീസ് പോയി നോക്കിയേ. പിന്നെ അതുപോലെ തന്നെ പിസ്റ്റന്റെ അവസ്ഥ കണ്ടില്ലേ, വരുമ്പോ കണ്ട ഡാമേജ് ആയിട്ട് കണ്ടില്ലേ. അപ്പൊ നമുക്ക് ഇതൊന്നും എന്തായാലും മാറണ്ടായിട്ട് വരും. നമ്മുടെ ബ്ലോക്ക് ഉണ്ടല്ലോ, നമ്മുടെ ബ്ലോക്കില് നമ്മുടെ ബാലൻസിങ് വെയിറ്റ് ഇരിക്കണ ഒരു ഏരിയ ഉണ്ടല്ലോ, അവിടെ കണ്ട ക്രാക്ക് അയക്കണ കണ്ട. അതാണ് പറയണേ, എന്തെങ്കിലും സൗണ്ട് മാറ്റം അതുപോലെ ഈ അറിയാലോ ഓയിലിന്റെ ലീക്ക്, കൂളന്റിന്റെ ലീക്ക് എന്ത് തന്നെയാണെങ്കിലും വേഗം അടുത്തുള്ള ഗ്യാരേജിൽ എവിടെയെങ്കിലും പോയിട്ട് കാണിക്കുക, എന്താണ് സംഭവം എന്നുള്ളത് നോക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ പണി കിട്ടും. ആ സൗണ്ട് തന്നെ, വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള സൗണ്ട് തന്നെ കണ്ടില്ല, എന്തൊരു അരോചകമായിട്ട് നമുക്ക് തന്നെ തോന്നണേ. എന്നിട്ട് അത് വെച്ച് ഇവരിങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ആലോചിച്ച് നോക്ക്. അങ്ങനെ ഓക്കെ, ഇപ്പം എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം.